ഹലോ കുട്ടീസ്. ഇതെന്തോ നാട്ടിലെ കല്യാണ ബിരിയാണി ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. കല്യാണ ബിരിയാണി എന്ന് പറയെങ്കിലും കല്യാണത്തിനല്ല ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടാവാറ്, സൽക്കാരത്തിനാണ് കേട്ടോ. അപ്പം ആ ബിരിയാണീൻ്റെ റൈസ് മാത്രം മതി, എത്ര വേണേലും കഴിക്കാം. അപ്പം മഴയൊക്കെ അല്ലേ, അതുകൊണ്ടാവും എനിക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഒക്കെ വന്നത്. പിന്നെ അവിടെ ചിക്കൻ വാങ്ങി വെച്ചിട്ടും ഇല്ല, വാങ്ങാൻ പോകാനാണെങ്കിൽ മടിയും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന മുട്ട വെച്ചിട്ട് ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഞാൻ എന്തുണ്ടാക്കിയുള്ളത് നിങ്ങൾക്കൂടെ കാണിച്ചു തന്നെ എനിക്കൊരു സമാധാനമാണല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം നമുക്ക് നേരെ മുട്ട ബിരിയാണിയിലേക്ക് പോകാം. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായപ്പം അതിലേക്ക് ഡാൽഡ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, പെരിഞ്ചീരകം ഇട്ടു. അത് ചൂടായപ്പം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. വെള്ളം തിളച്ചപ്പോൾ ഉപ്പ് ഇട്ട് പിന്നെ നേരെ നമ്മൾ അരിയാണ് കഴുകി വാർന്നിട്ട് വെച്ചിരിക്കുന്ന അരി ഇട്ടു കേട്ടോ. ഇനി നമ്മൾ റൈസ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്ലെയിൻ റൈസാണ് ഉണ്ടാക്കിയത്, ബിരിയാണി ആയതുകൊണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അതേ അടുപ്പിലേക്ക് കുക്കർ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, കുരുമുളകും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നല്ലോണം ഇളക്കി അതൊന്ന് കളർ മാറുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വല്യുള്ളി ചേർത്ത് കൊടുക്കാം. വല്യുള്ളി ചേർത്ത് നമ്മൾ ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് നല്ല രീതിക്ക് വാടി വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പും ചേർത്ത് നമ്മുടെ വല്യുള്ളി നമ്മൾ നല്ല രീതിക്ക് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി തക്കാളി ചേർത്തിട്ട് ആ ഉള്ളിയും തക്കാളിയും ആ ചതച്ച് വെച്ച പേസ്റ്റും എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളെ തക്കാളി സവോളയൊക്കെ നല്ല ഇതിൽ ടേസ്റ്റായി വന്നിട്ടുണ്ടേ. ഇടയ്ക്ക് ഞാൻ സവോള എന്നും വെളുത്തുള്ളി എന്നൊക്കെ വല്ലുള്ളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദൈവമേ, ഉള്ളി മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് നേരെ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ നമ്മളതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് അല്പം ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ചേർത്തിട്ട് വീണ്ടും നമ്മളത് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അധികം മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞപ്പൊടിയും കൂടെ ചേർത്താൽ നമ്മുടെ മസാല കഴിഞ്ഞു. ഓക്കെ, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ മസാല പുരട്ടി കുട്ടപ്പനാക്കി വെച്ച മുട്ടേനെ എടുത്ത് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ മുട്ടേനെ ആ ഒരു മസാലയും നമ്മളെ ഗരം മസാല, ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ അതിൽ മസാല ഇട്ടുള്ളൂ കേട്ടോ. നമുക്ക് അതുകൂടെ ചേർത്ത് മസാലയും മുട്ടയും കൂടെ ഒന്ന് ചേർത്ത് നല്ല രീതിക്ക് ഇളക്കിയെടുക്കാം. ഞാൻ 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ വേപ്പിലയും മല്ലിയിലയും ഇട്ടു. അതിന്റെ മേലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ റൈസ് കുറേശ്ശെ ഇട്ട് നമ്മുടെ ബിരിയാണീനെ തട്ടിപ്പൊത്തി വയ്ക്കാം. ദമ്മൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം അതിന് മാത്രം ഉള്ള എന്താ പറയുക നമ്മളെ പ്രിപ്പറേഷൻ ഒന്നും അല്ല. അത് തട്ടിക്കൂട്ട് മുട്ട ബിരിയാണിയാണ്, അതുകൊണ്ട് ദമ്മും കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണീനെ ഇവിടെ തട്ടിപ്പൊത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് അടച്ചു വെച്ച് 2 ഇടിച്ച് ഇന്നത്തേനെ ഇട്ടേക്കാം. ആ സമയം കൊണ്ട് നമ്മൾ സവോള, തക്കാളി, ക്യാരറ്റ്, വിനാഗിരി, ഉപ്പും ചേർത്തിട്ടൊരു സാലഡ് തയ്യാറാക്കാം. കൂടാതെ ഒരു വെള്ള ചമ്മന്തി. പിന്നെ ഞാൻ ബിരിയാണി കൊണ്ടൊരു ഗോപുരമൊക്കെ പണിഞ്ഞിട്ടുണ്ട്. ഈ ഗോപുരം എപ്പം വേണേൽ പൊട്ടിപ്പോകുന്നുള്ള അവസ്ഥയിലാണ്. ഞാനും അത് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. എന്നാലും കാണിക്കുമ്പോൾ എനിക്കൊരു സുഖം. അപ്പോൾ ഇതേ നമ്മളെ സാലഡ് വെച്ച് കൊടുക്കുന്നുണ്ട് പ്ലേറ്റിലേക്ക്. പിന്നെ നമ്മളെ വെള്ളച്ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ വെള്ളച്ചമ്മന്തിയിൽ പച്ചമുളകും
ഇഞ്ചിയും ഉപ്പ് നാളികേരം ഇത്തിരി മല്ലിയില. പിന്നെ അതെ ഒരു അലങ്കാരത്തിനായിട്ട് കോഴിമുട്ട വെച്ചു, വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെച്ചു. പിന്നെ അതെ ഒരു കുഞ്ഞു കഷ്ണം മല്ലിയിലയും വെച്ചു കേട്ടോ. നമ്മൾ ബിരിയാണീൻ്റെ അലങ്കോലപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.